ഹേ എവ്രി വൺ. സോ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, നമുക്കറിയാം √2, √5, √3 ഇങ്ങനെ കുറച്ച് റൂട്ട് നമ്പേഴ്സൊക്കെ തന്നിട്ട് നമ്മളോട് ചോദിക്കും ജസ്റ്റ് ലൊക്കേറ്റ് ഇറ്റ് ഓൺ ദി നമ്പർ ലൈൻ. അങ്ങനെയല്ലേ നമ്മൾ കണ്ടിട്ടില്ലേ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ്. സോ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിന് എങ്ങനെയൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പൈത്തഗോറസ് തിയറമാണ്. ഓക്കെ, സോ പൈത്തഗോറസ് തിയറം മക്കൾക്ക് അറിയില്ല, പൈത്തഗോറസ് എന്നുള്ളത് മക്കൾ കേട്ടിട്ടില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു തിയറം തന്നെ ആയിരിക്കും പൈത്തഗോറസ് തിയറം അല്ലേ? എന്താണ് ജസ്റ്റ് പൈത്തഗോറസ് തിയറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഫസ്റ്റ് എന്താണ്, ഒരു ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഈ രണ്ട് സൈഡ് ഉണ്ടല്ലോ, ഇതിന് നമ്മൾ എന്ത് പറയും? ബേസ് എന്ന് പറയും അല്ലേ? ഈ ഒരു സൈഡിന് നമ്മൾ ബേസ് എന്ന് പറയും, ഇതിനെ നമ്മൾ ആൽറ്റിറ്റ്യൂഡ് എന്ന് പറയും, ഈ സൈഡിന് നമ്മൾ ഹൈപ്പോട്ടിനസ് എന്ന് പറയും. അങ്ങനെയല്ലേ? അപ്പോൾ ഈ ബേസ്, ആൽറ്റിറ്റ്യൂഡ്, ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മ്, സ്ക്വയറിൻ്റെ സമ്മ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെ പറയുമ്പോൾ കൺഫ്യൂസ് ആവുന്നുണ്ടോ? നമുക്കൊന്നും കൂടെ എങ്ങനെ പറയാം? ഹൈപ്പോട്ടിനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൽറ്റിറ്റ്യൂഡ് സ്ക്വയർ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൈത്തഗോറസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ജസ്റ്റ് മാം എന്ത് ചെയ്യാണ്, ഇവിടെ ഉള്ള ട്രയാങ്കിളിൻ്റെ ഓരോ പോയിൻറ്റ്സിനും ഒരു നെയിം, ഇവിടെ O എന്ന് കൊടുക്കുന്നു, ഇവിടെ A എന്ന് കൊടുക്കുന്നു, ഇവിടെ B എന്ന് കൊടുക്കുന്നു. ഇങ്ങനെ നെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മക്കൾസ് നോക്കിയേ, ഇപ്പോൾ OB സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? OB സ്ക്വയർ ഇസ് ഈക്വൽ ടു OA. കണ്ട, ബേസ് ഏതാണ്? OA. സോ OA സ്ക്വയർ പ്ലസ് A ഏതാണ്? AB സ്ക്വയർ. ഓക്കെ ആണോ? ഇപ്പം നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങളോട് √2 എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, √3 എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഹൈപ്പോട്ടിനസ് ഉണ്ടല്ലോ, ഇവിടെയാണ് നിങ്ങളുടെ √2 ആയാലും √3 ആണെങ്കിലും √5 ആണെങ്കിലും ഒക്കെ നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, ഏതൊരു റൂട്ട് നമ്പറിനെ തരുമ്പോഴും ഈ ഒരു സൈഡിലാണ് നിങ്ങൾ അതിനൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടേക്ക് √2 എന്ന് കിട്ടണമെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ √2 എന്ന് കിട്ടണമെങ്കിൽ എന്താവണം? ഇവിടുത്തെ രണ്ടിൻ്റെയും കണ്ടോ, ഇവിടുത്തെ രണ്ടിൻ്റെ സ്ക്വയറിൻ്റെ സം എന്ന് പറയുന്നത് ഇവിടെ കറക്റ്റായിട്ട് വരണം. കണ്ടോ, OB സ്ക്വയർ അല്ല നമുക്ക് വേണ്ടത്, OB മാത്രം കേട്ടോ. OB സ്ക്വയർ ആണ്, പക്ഷേ നമുക്ക് വേണ്ടത് OB മാത്രമാണ് ഹൈപ്പോട്ടിനസ്. ഈ ഹൈപ്പോട്ടിനസ് മാത്രം നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മളിപ്പോൾ √2 എന്ന് പറയുമ്പോൾ എനിക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം കേട്ടോ. കാരണം ഇവിടെ നോക്കി, ഇവിടെ ഞാൻ 1 ബേസും ഞാൻ 1 ആയിട്ട് എടുത്ത്. ഓക്കെ, ബേസും ഞാൻ 1 ആയിട്ട് എടുത്ത്, പ്ലസ് ഹൈപ്പോട്ടിനസും ആൽറ്റിറ്റ്യൂഡും ഞാൻ 1 ആയിട്ട് എടുത്ത്. അപ്പോൾ 1 സ്ക്വയർ കണ്ടോ, OA സ്ക്വയർ 1 സ്ക്വയർ. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ OB സ്ക്വയർ എന്നുണ്ട്. ഓക്കെ, OB സ്ക്വയർ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇനി ഇതൊന്ന് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് OB എന്തായിട്ട് കിട്ടും? 1 + 1 എന്താണ്? 2. ഈ സ്ക്വയർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ √2 കാണുന്നുണ്ടെങ്കിൽ. സോ ഇപ്പോൾ ഇവിടുത്തെ OBനെ എനിക്ക് √2 ആയിട്ട് കിട്ടി. അപ്പോൾ OB √2 ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഏതാണ് ഇവിടെ OAക്കും ABക്കും എടുത്തത്? 1 1. ഇതേപോലെ നിങ്ങൾ ഫസ്റ്റ് ഞാനത് കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതേപോലെ എന്ത് ചെയ്ത് തരാം, ഒരു √5 ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഡയഗ്രാം വരയ്ക്കൽ നിങ്ങളാണ് കേട്ടോ. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ എത്ര എടുത്ത്, നമുക്ക് 1 സെൻറ്റിമീറ്റർ അല്ലേ, ഇവിടെ നോക്കി 0 തൊട്ടിട്ട് ഇതേ വരെ 1 സെൻറ്റിമീറ്റർ ആണ് എന്ത് വേണ്ടത്? ഇവിടുത്തെ ബേസ് വേണ്ടത്. സോ ഇവിടെ എനിക്ക് 1 വേണം, 1 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ എനിക്ക് കിട്ടേണ്ട ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതേപോലെ ഇതിൻ്റെ കറക്റ്റ് പെർപെൻഡിക്കുലർ എടുക്കണം കേട്ടോ. സോ പെർപെൻഡിക്കുലർ എടുക്കാൻ വേണ്ടിയിട്ട് മക്കളുടെ കയ്യിൽ പ്രൊട്ടക്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഈ ഒരു പോയിന്റ് 1-ൽ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് സെൻറ്റർ വെച്ചിട്ട് ഇവിടെ നിങ്ങളുടെ 90 ഡിഗ്രി വരുന്ന രൂപത്തിൽ വെക്കണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ അല്ലാത്തത് കൊണ്ട്, പ്രൊട്ടക്റ്റർ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് കോമ്പസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സോ ഫോർ ദാറ്റ് ജസ്റ്റ് കോമ്പസ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ എടുക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും 2 സ്ഥലത്ത് എന്ത് ചെയ്യുക, കോമ്പസിൻ്റെ 2 സ്ഥലത്ത് ജസ്റ്റ് ഇതാ ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്ത പോലെ ഈ സൈഡിലും എന്ത് ചെയ്യാണ്, ഇതേപോലെ തന്നെ ഇവിടെ ഒരു മാർക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ മാർക്കിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, സെൻറ്ററിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കതിൻ്റെ പെർപെൻഡിക്കുലർ കിട്ടും. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെയും കട്ട് ചെയ്ത്, നെക്സ്റ്റ് ഇവിടെ കുറച്ചുകൂടെ വെച്ചിട്ട്, ഓക്കെ ഇവിടെയും കട്ട് ചെയ്ത്, സോ നമുക്ക് വരുന്ന പെർപെൻഡിക്കുലറിന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ ഒരു കാര്യം പ്രത്യേകം, ഈ ഒരു നമ്പർ ലൈന് കറക്റ്റ് 1 സെൻറ്റിമീറ്റർ സ്കെയിൽ കണ്ട, ഞാൻ ഓരോന്നും കറക്റ്റായിട്ട് അളവെടുത്ത് വരച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. കറക്റ്റായിട്ടാണ് വരുന്നുണ്ടത്. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് സ്കെയിൽ വെച്ചിട്ട് അളവെടുത്തിട്ട് വേണം അവിടുത്തെ സെൻറ്റിമീറ്റേഴ്സ് കറക്റ്റ് മാർക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ പെർപെൻഡിക്കുലർ കിട്ടി. പെർപെൻഡിക്കുലർ കിട്ടിയാൽ നമ്മൾ ഇപ്പുറത്ത് എത്രയാണ് എടുത്തത്? 1 സെൻറ്റിമീറ്റർ. കണ്ട, ഇവിടെ നമ്മൾ 1 സെൻറ്റിമീറ്ററിൽ എടുത്തത്. അപ്പോൾ കറക്റ്റ് ഇതിലും നമ്മൾ എന്ത് ചെയ്യുന്നു, 1 സെൻറ്റിമീറ്റർ കറക്റ്റ് എടുത്തിട്ട് വെക്കുക. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ കറക്റ്റായിട്ട് 1 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിത് കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, സോ ഇപ്പോൾ സെറ്റല്ലേ. ഇനി ഈ 1 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടി? ഇവിടെയും ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്. കണ്ട, ഈ 0-ൽ നിന്ന് ഇതിലേക്ക് ഞാൻ ജസ്റ്റ് ഇതിനെ എന്ത് ചെയ്ത് കൊടുക്കുന്നു, ജോയിൻ ചെയ്യിപ്പിച്ച് കൊടുക്കുന്നു. ഓക്കെ, സോ ഇതിനെ ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കുക. ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് ഇതുവരെ കിട്ടുന്ന ഒരു അളവില്ലേ, ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഇവിടെ √2 ആണ് എന്ന് പറഞ്ഞത്. അങ്ങനെയല്ലേ?
ഓക്കെ, സോ ഇപ്പോൾ നമ്മുടെ റൂട്ട് ടു ഇവിടം തൊട്ടിട്ട് ഇവിടം വരെ വരുന്ന അളവ് അല്ലേ. ഇവിടെ നമ്മൾ 1 സെൻറ്റിമീറ്റർ എടുത്ത് ഇവിടെ 1 സെൻറ്റിമീറ്റർ എടുത്ത് ഇവിടെ റൂട്ട് ടു, ഇതാണ് നമ്മുടെ ഒ, ഇതാണ് നമ്മുടെ എ, ഇതാണ് നമ്മുടെ ബി. ഓക്കെ, സോ ഈ ലെങ്ത്തിനെയാണ് നമ്മൾ റൂട്ട് ടു എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത്ത് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം മക്കൾ, ഇതിനെ കൊണ്ടുപോയിട്ട് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടാണ് നമുക്ക് മാർക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു പോയിൻ്റാണ് നമ്മുടെ എന്ത്, ഈ പോയിൻറ്റിനാണ് നമ്മൾ റൂട്ട് ടു എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നിങ്ങളോട് റൂട്ട് 3 എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും റൂട്ട് 4 എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ റൂട്ട് 3 എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ റൂട്ട് 2 തന്നെ വെച്ചിട്ട് വേണം നിങ്ങൾ എടുക്കാൻ, അങ്ങനെയല്ലേ? കാരണം എന്താണെന്ന് നോക്കിയാൽ റൂട്ട് 3 നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഒരു ട്രയാങ്കിളിന് കൊടുക്കുകയാണ്. ട്രയാങ്കിൾ ഒ എ ബി എന്നുള്ള ട്രയാങ്കിളാണ്. പക്ഷെ നമുക്കിവിടെ എത്ര വേണ്ടത്, റൂട്ട് 3 വേണം. റൂട്ട് 3 വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ റൂട്ട് 3 കിട്ടണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്തെങ്കിൽ റൂട്ട് 3 എന്നുള്ള ഒരു ആൻസർ കിട്ടുള്ളൂ. എനിക്കിവിടെ ഒ എ സ്ക്വയർ പ്ലസ് ഒ ബി സ്ക്വയർ കേട്ടോ, ഒ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ എ സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ എന്നുള്ളത് എടുക്കുമ്പോൾ എനിക്ക് ഇവിടെ എന്ത് കിട്ടണം, ഈ ഒരു സ്ഥലത്ത് റൂട്ട് 3 എന്നുള്ള ആൻസർ കറക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റ് ഇവിടെ 3 കിട്ടണം അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് കിട്ടുക. അപ്പോൾ 3 കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ എന്താവണം, ഇവിടെ റൂട്ട് 2 എടുത്തിട്ടുണ്ടെങ്കിലാണ് അത് സ്ക്വയർ ആകുമ്പോൾ വീണ്ടും എന്താവുള്ളൂ, കറക്റ്റായിട്ട് എനിക്ക് റൂട്ട് 3 കിട്ടുക. ഞാൻ കാണിച്ചു തരാം കേട്ടോ, ജസ്റ്റ് നിങ്ങൾക്ക് ഇതുപോലെ 2 ക്വസ്റ്റൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഇവിടെ നോക്കി, ഇവിടെ റൂട്ട് 2 എടുത്ത് ഈ ആൾട്ടിറ്റ്യൂഡ് എപ്പോഴും നിങ്ങൾ 1 തന്നെയാണ് എടുക്കുക. ഓക്കെ, ഇവിടെ ഉള്ളത് 1 തന്നെയാണ് എപ്പോഴും എടുക്കുക. ഈ ഒരു നമ്പർ ലൈനിൽ ഇവിടെ മാത്രം നിങ്ങൾ വ്യത്യാസപ്പെടുത്തി എടുക്കുന്നുള്ളൂ. ഇവിടെ എപ്പോഴും ഒരേ നമ്പർ 1 1 1 തന്നെ യൂണിറ്റ് എടുത്ത് പോകുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഒ എ എത്രയാണ്, റൂട്ട് 2. സോ റൂട്ട് 2 ദി ഹോൾ സ്ക്വയർ പ്ലസ് എ ബി എത്രയാണ്, 1 സ്ക്വയർ. അപ്പോൾ റൂട്ട് 2 സ്ക്വയർ എത്രയാണ് നമുക്കറിയാം, റൂട്ട് 2 സ്ക്വയർ 2 ആണ് പ്ലസ് 1. അപ്പോൾ ഈ ഒ ബി സ്ക്വയർ എന്നുള്ളത് എന്തായി, 2 + 1 ആണ്. ഇനി ഒ ബി മാത്രം എടുക്കുന്ന സമയത്ത് 2 + 1 3 ആയി. ഈ സ്ക്വയർ ഇങ്ങോട്ട് പോകുമ്പോൾ റൂട്ട് 3 കണ്ടങ്ങൾ. അപ്പോൾ റൂട്ട് 3 വന്നില്ലേ. ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും ഓരോ സമ്മിലും നെക്സ്റ്റ് വരുന്ന ഏതൊരു നമ്പർ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു കാര്യം നല്ലപോലെ ഓർത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എത്രയാണ് എടുക്കേണ്ടതെന്ന് മനസ്സിലാവും അല്ലേ. ഇപ്പോൾ ഇവിടെ 1 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് നമ്മൾ കറക്റ്റ് 1 വെച്ചിട്ടാണ് പെർപെൻഡിക്കുലർ വെച്ചിട്ട് എന്ത് ചെയ്തത്, നമ്മൾ 1 വെച്ചിട്ടാണ് ഇവിടെ ഇങ്ങോട്ടുള്ള ലെങ്ത്തിനെ നമ്മൾ അളന്നത്. ഓക്കെ, ഇനി ഇതേപോലെ നിങ്ങൾക്ക് ബേസിൽ റൂട്ട് 2 ആണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഇതുവരെയുള്ള അളവ് എടുത്തിട്ട് ഇവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, ഇവിടെ പ്രൊട്ടക്ടർ വെക്കാം. ഓക്കെ, ഇവിടെ പ്രൊട്ടക്ടർ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറക്റ്റ് 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് ഇതുവരെ വരുന്ന ഒരു ലെങ്ത് ഇല്ലേ, ആ ലെങ്ത്തിനാണ് നിങ്ങൾ റൂട്ട് 3 എന്ന് പറയുക. അപ്പോൾ ഇവിടുന്ന് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ ഇവിടേക്ക് റൂട്ട് 3 വരും. ഓക്കെ, ആ ഒരു ടൈപ്പിലാണ് എല്ലാ ക്വസ്റ്റനും നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാമിനെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ.